ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. നമ്മൾ വന്നിട്ടുള്ള വർക്ക് എന്താണെന്നാണ് നിങ്ങൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വർക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് കേട്ടോ. ബണ്ണിൻ്റെ മെറ്റീരിയൽസിൽ പല മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മെറ്റീരിയൽസ് വെച്ചിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ഫോർ ലേഡി ഫിംഗർ ആണ്. ഇതിന് പൊതുവേ പറയുന്നത് ഈ ഒരു പേരാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ 9 മാസത്തോളമായിട്ട് ഞാൻ പറയുന്ന ഒരു പേര് ഈ ഒരു പേര് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് വെച്ചിട്ട് എന്താണ് ചെയ്യാൻ പോകണമെന്നുണ്ടാവില്ലേ, അത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണാം. വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കില്ല, ആ ലൈക്കിൻ്റെ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ബാക്കി ഭാഗങ്ങളും കൂടി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ഈ ഒരു രീതിയിൽ കട്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ 2 ലൈനിൻ്റെ ഭാഗം കൂടി ഒന്ന് കൂട്ടി പിടിക്കുക. എന്നതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ നിങ്ങൾ വീഡിയോസിൽ കാണുന്നത് പോലെ ചെയ്യാം കേട്ടോ. കറക്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ സൂചിയിൽ നൂല് കോർത്തതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നല്ല രീതിക്ക് തന്നെ ഒരു 4-5 തവണ ടൈറ്റാക്കി തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകളുണ്ടാവില്ലേ പുതുതായിട്ട് വീഡിയോസ് കാണുന്ന ആളുകൾ, അവർ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് നിങ്ങൾ വീഡിയോസ് കാണുക കേട്ടോ. ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം എവിടെ നിന്ന് കിട്ടും എന്നുള്ളത്. ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ആവണ്ട. ബണ്ണിൻ്റെ മെറ്റീരിയൽസ്, എയർബോ മെറ്റീരിയൽസ്, എയർ ഓയിൽ, ഇത്ര ഐറ്റംസ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അതിൻ്റെ സൈഡിലായിട്ട് ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു നമ്പർ തന്നെയാണ് എൻ്റെ വാട്സപ്പ് ഉള്ളത് കേട്ടോ. അപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, കോൾ ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. വാട്സപ്പ് നമ്പറും നമ്മളുടെ കോൺടാക്റ്റ് നമ്പറും എല്ലാം ഈ ഒരു നമ്പർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. എങ്ങനെയായാലും നിങ്ങൾ കോൾ ചെയ്താലും നിങ്ങൾ പിന്നീട് വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ടി വരും. കാരണം നമുക്ക് എന്താ പറയുക, നിങ്ങളിലേക്ക് അയക്കണം എന്നുണ്ടെങ്കിലും അതുപോലെ ഗൂഗിൾ പേ നമ്പർ തരണം എന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഡ്രസ്സ് എനിക്ക് അയച്ചു തരണം എന്നുണ്ടെങ്കിലും വാട്സപ്പ് നിർബന്ധമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഒരുപാട് ആളുകളുടെ ഒരു സംശയമാണ് കേട്ടോ. നമ്മൾ പോസ്റ്റ് ആക്കി കഴിഞ്ഞ ഉടനെ തന്നെ, അല്ലെങ്കിൽ അവർ പേയ്മെൻറ്റ് ചെയ്ത ഉടനെ തന്നെ ചോദിക്കും അയച്ചോ, എന്നാൽ കിട്ടുമോ, ഇന്ന് കിട്ടുമോ, നാളെ കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഏകദേശം വീഡിയോസിലൊക്കെ ഞാൻ പറയാറുണ്ട്, പക്ഷേ എങ്കിലും കൂടിയിട്ട് ഒന്നും കൂടി ഞാൻ പറയുകയാണ്. നമ്മൾ ഇപ്പോൾ ഏകദേശം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന അന്നാണ് നമ്മൾ നിങ്ങളുടെ മെറ്റീരിയൽസ് അയച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇന്ന് ശനിയാഴ്ചയല്ലേ, അപ്പോൾ ശനിയാഴ്ച നമ്മൾ അയച്ചതെങ്കിൽ ഞായറാഴ്ച ഓൾറെഡി പോസ്റ്റ് ഓഫീസ് അവധിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം അത് പോസ്റ്റിൽ തന്നെ കിടക്കും. കാരണം നമ്മൾ ഇന്ന് പോസ്റ്റ് ആക്കി കഴിഞ്ഞാൽ, ശനിയാഴ്ച പോസ്റ്റ് ആക്കി കഴിഞ്ഞാൽ അത് വൈകിട്ടാണ് അവിടുന്ന് മറ്റ് ജംഗ്ഷനിലോട്ട് തിരിയുള്ളൂ. അപ്പോൾ അത് അവിടുന്ന് പാർസലായി കഴിഞ്ഞ ശേഷം ഏത് പോസ്റ്റിലാണോ നിൽക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ തന്നെ ആയിരിക്കും അത് നിൽക്കുക. ഞായറാഴ്ച അവിടുന്ന് അത് റണ്ണിങ് ആവില്ല, പിന്നെ തിങ്കളാഴ്ചയാണ് അവിടുന്ന് അത് റണ്ണിങ് ആവുള്ളൂ. ഓക്കെ, എന്നതിന് ശേഷമായിരിക്കും നിങ്ങളിലേക്ക് എത്തുക കേട്ടോ. ഇപ്പോൾ നമ്മൾ മിനിയാന്ന് അയച്ചിട്ടുള്ളതൊക്കെ ഏകദേശം ആളുകൾക്കൊക്കെ ശനിയാഴ്ചയോട് കൂടിയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2-3 ദിവസത്തിനുള്ളിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എത്രയും പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻബോക്സിലോട്ട്, അഥവാ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് പോസ്റ്റ് കാർഡ് തരാൻ മറന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒന്നുകിൽ നിങ്ങൾ നമ്മളെ ഓർമ്മയാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഇൻബോക്സിലോട്ട് സാധാ നിങ്ങൾക്ക് മെസ്സേജ് വരുമല്ലോ വാട്സപ്പിലൊന്നും അല്ലാതെ, ആ ഒരു മെസ്സേജിൽ നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. പോസ്റ്റ് ഓഫീസിൽ നിന്ന് പോസ്റ്റായി കഴിഞ്ഞാൽ ഒരു മെസ്സേജ് വരും. അതുപോലെ നിങ്ങളിലേക്ക് ഡെലിവറി ആവുന്ന ദിവസങ്ങളിലും ഒരു മെസ്സേജ് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ കാർഡ് വിട്ട് തരാൻ വൈകിയാൽ, കാരണം വേറെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും കാർഡ് വിട്ട് തരാൻ വൈകുന്നത്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമ്മളത് ഓരോന്നായിട്ട് കോർത്തെടുത്തില്ലേ. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഒരു കുറവുണ്ട്. ടോട്ടൽ നമുക്ക് അതൊരു 6 പീസാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരെണ്ണം കൂടി കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ, ഞാൻ ഓൾറെഡി ബണ്ണ് കട്ട് ചെയ്ത് കാണിച്ചിട്ടില്ല. ഇനി ബണ്ണ് കട്ട് ചെയ്യുന്നത് അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ കണ്ടില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ഈ ഒരു പറഞ്ഞ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളത് കട്ടാക്കി, എന്നിട്ട് അതേ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ കഴിയും. എങ്കിലും ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. നിങ്ങളത് കണ്ട് തന്നെ അറിയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഏകദേശം ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലോട്ടായിട്ടുണ്ടല്ലേ. ഓരോ പെറ്റൽസ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തു.
എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അറ്റം മറ്റേ ബണ്ണിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് നമ്മൾ സൂചി കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം അത് രണ്ടും കൂടി നമുക്ക് ജോയിൻ്റ് ആക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഞാൻ കാണിക്കുന്ന വീഡിയോസിൽ കാണിക്കുന്നതും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നു. ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടത്തോട്ട് പിടിച്ച് വീഡിയോയിൽ കാണിക്കാമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ക്ലിയർ ആവുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കയ്യിലെടുത്ത് കൊണ്ട് തന്നെ ചെയ്യുന്നത് കേട്ടോ. പരമാവധി പല രീതിക്ക് ശ്രമിക്കുന്നുണ്ട്. ഏത് രീതിയിലാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആ ഒരു രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഫോണിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ എന്താ പറയുക, വെട്ടത്തിൻ്റെ കുറവ് പല സിറ്റുവേഷനുണ്ട്. കണ്ടില്ല, ചില സമയത്ത് വെട്ടം കൂടുതലാണ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അല്ലാത്ത കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാം മനസ്സിലാക്കുക. ഞാൻ എൻ്റെ രണ്ട് കൈയും എങ്ങനെയാണ് ചലിക്കുന്നത്, ഏത് രീതിയിലാണ് നീങ്ങുന്നത്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്കത് സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ കഴിയും. ഓക്കെ, നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ആ ഒരു അറ്റവും മറ്റേ അറ്റവും കൂടി കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പതിയെ നമ്മൾ സാവകാശം ചെയ്യണം, വലിച്ച് 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 ടൈറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഒറ്റയടിക്ക് തന്നെ നമ്മളുടെ വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ത്രെഡ് മൊത്തത്തിൽ അങ്ങ് പൊട്ടിപ്പോവും. പിന്നീട് നമ്മൾ ഫസ്റ്റിൽ അത് കോർത്തെടുക്കേണ്ടി വരും കേട്ടോ. സാവകാശം ഇങ്ങനെ നമ്മളൊരു കൈ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക, ഒരു കൈ വെച്ച് വലിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരും, നല്ല ടൈറ്റായിട്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം അത് നല്ല ടൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കോർത്തെടുക്കുക കേട്ടോ. അത് ഒന്ന് എന്താ പറയുക, ഒന്ന് നല്ല രീതിക്ക് തന്നെ അത് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ 2-3 തവണ കോർത്തെടുക്കാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾ കണ്ടില്ലേ. ഇതിന് ശേഷം ഇനി നമ്മൾ ലാസ്റ്റ് അതിൻ്റെ എൻഡിലോട്ടായിട്ട് അതിൻ്റെ ബാക്ക് വശം മറിച്ചിട്ട് നമ്മളതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നമുക്ക് ആ ഒരു നൂല് അതിൽ നിന്ന് വേർതിരിക്കേണ്ടത്, ആ ഒരു എന്താ പറയുക സൂചി അതിൽ നിന്ന് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് വലിച്ച്, നിങ്ങൾ കണ്ടില്ലേ ഞാൻ വലിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ. നല്ല രീതിക്ക് തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഒരു മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഈ ഒരു മെറ്റീരിയൽസിൽ ബ്ലാക്ക് മാത്രമാണ് കേട്ടോ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അവർ ബ്ലാക്ക് മാത്രമാണ് നമുക്ക് അയച്ചിട്ടുള്ളത്. പക്ഷേ എങ്കിലും കൂടിയിട്ട് ഇതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്യാൻ ബ്ലാക്ക് ആയിരിക്കും കേട്ടോ ഒന്നുകൂടി നല്ലത്. ഇതിൽ തന്നെ പല കളറുകളുണ്ട്. ഇതിൽ പല കളറുകൾ വെച്ച് ചെയ്യുമ്പോൾ 2-3 കളറൊക്കെ വെച്ച് നമ്മൾ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു സംഭവം സെയിലായിക്കോളൂ കേട്ടോ. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട. ഒരുപാട് ആളുകളുണ്ട് ബണ്ണ് എങ്ങനെ സെയിൽ ചെയ്യുന്നത് ചിന്തിച്ചിരിക്കുന്ന ആളുകൾ. അവർക്കെല്ലാം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഉപകാരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് പരമാവധി വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ ബണ്ണിൻ്റെ വീഡിയോസ് തന്നെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ചിലതെല്ലാം വൈറലായിട്ടുണ്ട്, ചിലതൊന്നും വൈറലായിട്ടില്ല. എങ്കിലും കൂടിയിട്ട് നിങ്ങളതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. പരമാവധി നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വീഡിയോസും കൂടി ആയിരിക്കും കേട്ടോ ബണ്ണിൻ്റെ വീഡിയോസ്. ഓക്കെ, അപ്പോൾ കുറച്ച് ഭാഗം നമ്മൾ സ്പീഡാക്കിയിട്ടിട്ടുണ്ട്, കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നല്ലൊരു ഫ്ലവറായിട്ട് തന്നെ അത് കിട്ടിയിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഗോൾഡ് പോളൻസും അതുപോലെ റെഡ് പോളൻസും എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് വെച്ചിട്ട് എന്താ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ആദ്യം ഞാനൊന്ന് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നി അത് ഇത്തിരി ഓവറാണെന്നുള്ളത്. അതുകൊണ്ട് ഞാനത് ഇളക്കി മാറ്റിയിട്ട് അതിൽ കുറച്ച് പീസുകളാണ് പിന്നീട് സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ഞാൻ കറക്റ്റായിട്ട് പറയണമെന്നോ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും ഞാൻ പറയുന്നത് ഓവറായി തോന്നുന്നുണ്ടെങ്കിൽ അത് പറയാം കേട്ടോ. പല ആളുകളും പല ടൈപ്പ് ആയിരിക്കുമല്ലോ. കാരണം ചില ആളുകൾക്ക് സംസാരം കേൾക്കാൻ, ഒരുപാട് ആളുകൾ അതാണ് കേട്ടോ പറയുന്നത്. നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോഴാണ് നമുക്ക് ഒന്നും കൂടെ ഒരു എനർജി കിട്ടുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്താ പറയുക, ചില ആളുകളുണ്ടാവില്ലേ ഈ സംസാരം പൊതുവെ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും. പല ആളുകളും പല രീതിയിലാണ്. പക്ഷേ എല്ലാം കൂടി മാനിച്ചുകൊണ്ട് നമുക്ക് ഒന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഉൾക്കൊള്ളുക എന്ന് പറയുമ്പോൾ ഇത്തിരി പ്രയാസമാണ്. എങ്കിലും ഞാൻ പരമാവധി ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മളിത് കൂട്ടി വെച്ചപ്പോൾ എനിക്ക് തോന്നി അതെന്തോ ഒരു വശപിശകുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ജസ്റ്റ് ഒന്ന് അതിലോട്ടൊന്ന് വെച്ച് കൊടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഒരുപാട് വെച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇതും നല്ല ഭംഗിയുണ്ട്. ഭംഗിയില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് ഈ ഒത്തിരി എന്താ പറയുക ഓവറായിട്ടുള്ള വർക്കിനോടൊന്നും എനിക്ക് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ. ഇതുപോലെ നമുക്ക് ഈ ബണ്ണ് വെച്ചിട്ട് ഇനിയിപ്പോൾ ഹെയർ പോലെ എന്നല്ല കേട്ടോ, നമുക്ക് ഫ്ലവർ വൈസ് ഉണ്ടാക്കുക. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ആ ഒരു രീതിയിൽ ചെയ്ത് കണ്ട് ഫ്ലവർ വൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ. നമ്മളുടെ എന്താ പറയുക ഡൈനിങ് ടേബിൾ മേലൊക്കെ വെക്കുക എന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകും. ഗ്ലാസ് ബോട്ടിലുകളിലൊക്കെ
വെക്കുകയെന്നുണ്ടെങ്കിലൊക്കെ കേട്ടോ. പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇൻഷാ അല്ലാഹ് ഓരോ വീഡിയോസായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും നിങ്ങൾ കൂടെ നിൽക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ ഒരു എന്താ പറയുക രീതിയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഒട്ടുമിക്ക വീഡിയോസിലും പറയാറുണ്ട് ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളെല്ലാം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഉൾക്കൊള്ളാനുള്ളൊരു അവസ്ഥയിലായിരിക്കണം കേട്ടോ. കാരണം ഞാൻ എൻ്റേതായിട്ടുള്ളൊരു കാഴ്ചപ്പാടിൽ എൻ്റെ ടീച്ചർ ആരാന്ന് ചോദിച്ചാൽ ഞാൻ തന്നെയാണ് എൻ്റെ ടീച്ചർ കേട്ടോ. അപ്പോൾ എനിക്ക് കോഴ്സ് പഠിപ്പിക്കാനോ ഒന്നിനും ഒരാളുമില്ല, ഞാൻ സ്വയം പഠിച്ചെടുത്തതാണ്. അതിൻ്റെ എന്താ പറയുക പോരായ്മകൾ നല്ലോണം എൻ്റെ വീഡിയോസിലുണ്ടാവും എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ വെച്ച് എന്താ പറയുക നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. ആ ഒരു ബ്ലാക്കും ആ ഒരു ഗോൾഡും റെഡും കൂടി വന്നപ്പോൾ എന്തൊരു ഭംഗിയാണ് അല്ലേ. എന്നിട്ട് നമ്മൾ അതിൻ്റെ താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെയായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഇനിയിപ്പോൾ എയർ ബണ്ണ് എന്താ പറയുക ബണ്ണ് എന്താ പറയുക ഒറ്റയ്ക്ക് സെയിലാവാത്ത ആളുകളുണ്ടല്ലോ, സെപ്പറേറ്റ് ആക്കിയിട്ട് അപ്പോൾ നമ്മൾ കട്ടാക്കി കൊടുക്കുമല്ലോ, അതുപോലെ സെയിലാവാത്ത ആളുകൾക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇതൊരു ഹെയർ ബാൻഡിൽ മാത്രമല്ല ചെയ്യാൻ കഴിയുക. ഈ നമ്മൾ കട്ടാക്കിയിട്ടുള്ള ബണ്ണിൻ്റെ വീതി കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് ആലിഗേറ്റർ ക്ലിപ്പിലോട്ട് ചെയ്യാം, അതുപോലെ എന്താ പറയുക സെൻറ്റർ ക്ലിപ്പിലോട്ട് ചെയ്യാം. പല രീതികൾ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും അതിലൊക്കെ ചെയ്യാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബണ്ണ് തന്നെ ഇത് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബണ്ണിൽ ഒരു വെറൈറ്റി ആയിട്ട് ബണ്ണ് കട്ടാക്കിയിട്ട് അത് ഇതിമേലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയും ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. പല രീതിക്ക് ഇത് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ. അതിന് ശേഷം നമ്മുടെ കൈയൊക്കെ വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വളരെ സിമ്പിളായിട്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഒരു ഫെൽറ്റ് ഷീറ്റാണ് കേട്ടോ, ബ്ലാക്ക് ഫെൽറ്റ് ഷീറ്റാണ്. അത് നമ്മൾ ഓൾറെഡി കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്താ നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ നോക്കുക. ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അത് അതിലോട്ട് ഒട്ടിച്ച് കൊടുക്കുക. നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ ഒരു A4 സൈസാണ് കേട്ടോ ഉള്ളത്. അത് നമ്മൾ ഇതുപോലെ കട്ടാക്കി എടുത്തതാണ്. ഏത് ഷേപ്പിലോട്ടും നമുക്കത് കട്ടാക്കി എടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് റൗണ്ടിലോട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു അളവിലുള്ള ഒരു അടപ്പ് എടുക്കുക, ബോട്ടിലിൻ്റെ അടപ്പ് എടുത്തിട്ട് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് റൗണ്ടിലുള്ള ഫെൽറ്റ് ഷീറ്റ് റെഡി ആവും കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക, അതിന് സെൻട്രലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ആ ഒരു ഫ്ലവർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നല്ല രീതിക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടില്ല ആ ഒരു ബ്ലാക്കിലോട്ട് ആ ഒരു ഗോൾഡ് പോളൻസും അതുപോലെ ആ റെഡ് പോളൻസൊക്കെ വന്നപ്പോഴുള്ള ഒരു ഭംഗി എത്രത്തോളാണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് കേട്ടോ. കാരണം അത് നേരിൽ കാണുമ്പോൾ വീഡിയോയിൽ എത്രത്തോളം ഭംഗി ഉണ്ടെന്ന് അറിയില്ല, നേരിൽ കാണുമ്പോഴാണ് അതിൻ്റെ ഒറിജിനൽ ഭംഗി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുക കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് പല രീതിയിലും ചെയ്തെടുക്കാൻ കഴിയും. നമുക്ക് എയർ ബോൾ ചെയ്യാം, അതുപോലെ ആലിഗേറ്റർ ചെയ്യാം, എവിടെ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ കഴിയും കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ചെയ്യുന്നത് ഹെയർ ബോലോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് കാണുമ്പോഴാണ് ഇത് എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുക കേട്ടോ. അപ്പോൾ ബണ്ണ് സെയിൽ ചെയ്യാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളുകൾ ഇനി ആ ടെൻഷൻ വേണ്ട എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ബണ്ണിൻ്റെ എല്ലാ മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവണ്ട. നിങ്ങൾ കാണാത്ത നമ്മളുടെ മുമ്പത്തെ വീഡിയോസൊക്കെ കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഓരോ വീഡിയോസ് നിങ്ങൾ എന്താ പറയുക ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ട് എന്തൊക്കെ ഡിസൈനുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബാക്കി ഭാഗങ്ങളും കൂടി കണ്ടു തുടങ്ങുക കേട്ടോ.
ഇപ്പോൾ ഏകദേശം നമ്മുടെ വർക്കിൻ്റെ ഫൈനലിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. നമ്മൾ ഫസ്റ്റിൽ എങ്ങനെയാണോ ഫെൽറ്റ് ഷീറ്റ് കട്ടാക്കി എടുത്തിട്ടുള്ളത് അതേ ഒരു സെയിം അളവ് തന്നെയാണ് കട്ടാക്കി എടുത്തിട്ടുള്ളത്. എന്നതിന് ശേഷം അത് എയർ ബലൂണിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഒരു ഫൈനൽ റിസൾട്ടിലോട്ട് കിടക്കുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമായിട്ടുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടാണ് ഇത്. എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഈ ഒരു ഫ്ലവർ എന്താ പറയുക, നമുക്ക് എല്ലാം കൊണ്ടും സൂട്ടാവുന്നത് നമ്മളുടെ മെറ്റലിൻ്റെ ഗോൾഡ് ഹെയർ ബോയിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.